നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് തട്ടുകട തല്ലി തകർത്തതായി പരാതി. തെക്കേപ്പുറം AKG റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലി തകർത്തത്. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലി തകർത്തതെന്ന് സുജിത്ത് പോലീസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. കടയിലെത്തിയ യുവാവ് കടയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചുവെക്കുന്ന ചില്ലിന്റെ അലമാര തല്ലി തകർക്കുകയും തടയാൻ ചെന്ന സുജിത്തിനെ യുവാവ് ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ആക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. ഇരുവരും തമ്മിൽ പൂരത്തോടനുബന്ധിച്ച് തർക്കം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വ്യക്തിവൈരാഗ്യം നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി യുവാവ് വീട്ടിലെത്തി സുജിത്തിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും പോലീസ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതി തന്റെ കട ആക്രമിച്ചതെന്ന് സുജിത്ത് പറഞ്ഞു. 10,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായി സുജിത്ത് പറഞ്ഞു. തീവണ്ടി യാത്രക്കാരിൽ നിന്ന് 25 ലക്ഷം കവർന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃശൂർ അന്തിക്കാട് അരിമ്പൂർ സ്വദേശി 39 വയസ്സുള്ള നിതീഷാണ് അറസ്റ്റിലായത്. തീവണ്ടി യാത്രക്കാരായ വ്യാപാരികളെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന കാറിൽ കടത്തിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിൽ യാത്ര ചെയ്തിരുന്ന മലപ്പുറം സ്വദേശികളായ വ്യാപാരികളെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കാറിൽ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ച് 9-അംഗ സംഘം 25 ലക്ഷം രൂപ കവർന്നത്. വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എരുമപ്പെട്ടി മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ ബൈക്കിന് മുന്നിൽ നായ ചാടി ബൈക്കിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. കടങ്ങോട് തേജസ് നിലയം വീട്ടിൽ യുഗദേവിനാണ് പരിക്കേറ്റത്. കോട്ടപ്പുറം സെന്ററിന് സമീപം ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ യുഗദേവിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ CPIM ചിറമനേങ്ങാട് വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രദേശവാസികളും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. വാർഡ് മെമ്പറുടെ അനാസ്ഥ കൊണ്ടാണ് റോഡ് തോടിന് സമമായി മാറിയതെന്നും വാർഡ് സഭകളിൽ വിഷയം കൃത്യമായി അവതരിപ്പിച്ച് സീനിയോറിറ്റി ലിസ്റ്റിൽ റോഡിനെ ഉൾപ്പെടുത്താത്ത വാർഡ് മെമ്പറുടെ ജനദ്രോഹ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി തങ്കപ്പന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി TA ബാബു, മണികണ്ഠൻ, സുനിൽകുമാർ, സത്യൻ, സുരേഷ്, സുന്ദരൻ, ശിവൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മേഖലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചുമാറ്റി. കരിയന്നൂർ, എരുമപ്പെട്ടി, പാഴിയോട്ടുമുറി എന്നിവിടങ്ങളിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളാണ് മുറിച്ചത്. ഒരേ സമയം 100 കണക്കിന് വാഹനങ്ങളാണ് റോഡിലൂടെ കടന്നു പോകുന്നത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും മരങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. കാലപ്പഴക്കം കൊണ്ടും ഉണങ്ങിയും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മുറിച്ചു നീക്കിയത്. DCC നിർദ്ദേശപ്രകാരം പുതുതായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം ഭാരവാഹികളും വാർഡ് പ്രസിഡന്റുമാരും സ്ഥാനമേറ്റു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, VK രഘുസ്വാമി, നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് കർഷകർക്കായി പച്ചക്കറി തൈ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തിന് പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് തൈകൾ വിതരണം ചെയ്തത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ത്രേസ്യ ഡേവിസ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ A ബൈജു ഫ്രാൻസിസ്, B സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. ചരമം പഴഞ്ഞി ദി പെന്തക്കോസ്ത് മിഷൻ സെന്റർ മദർ കുഞ്ഞന്നാമ്മ മുംബൈയിൽ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം നെറൂൾ ക്രിസ്ത്യൻ സെമിത്തേരിയിൽ നടന്നു. കുന്നംകുളം പഴഞ്ഞി ചെറുവത്തൂർ പരേതരായ ഉക്രുക്കുട്ടി അന്നമ്മ ദമ്പതികളുടെ മകളാണ്. 5.5 പതിറ്റാണ്ടായി ഡൽഹി, ബറോഡ, മുംബൈ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രവർത്തകയായിരുന്നു.
പഴഞ്ഞി അരുവായ് കിഴിശ്ശേരി നാരായണൻ നായരുടെ ഭാര്യ തച്ചിലത്ത് തങ്കമ്മ നിര്യാതയായി 88 വയസ്സായിരുന്നു. സംസ്കാരം 11 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. രവി, വിജയൻ, ജയന്തി, മോഹനൻ, മണികണ്ഠൻ, വിജയലക്ഷ്മി, രാധാകൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.